വന്നിട്ടുണ്ടോ? വരില്ല. അപ്പം കാണില്ല. മിക്കതിൽ ഏറ്റവും കൂടുതൽ ലേഡീസാണുള്ളത്, അമ്മമാരാണുള്ളത്, അതിൽ അപ്പന്മാരില്ല. അതുകൊണ്ടാണ് കിഷോർ പറഞ്ഞത് അപ്പനും അമ്മയും ഏത് സമയത്തും ഏത് പരിപാടിക്ക് പിള്ളേരെ അത്യാവശ്യം വന്നാൽ പോകണം. അത് ഒരു ദിവസം കളയണം. ഈ റോഡിൽ കാണുന്ന രംഗം നിങ്ങൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥി എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു, എപ്പോഴും വരുന്നു, എപ്പോഴും പോകുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബാഗിലേക്ക് 3:30 മണിക്ക് ഉറക്കമടിച്ച് വേവിച്ച് ഭക്ഷണമാക്കി പാത്രത്തിലാക്കി കയറ്റി വിടുന്നു. ഈ കുട്ടിയുടെ ബാഗിലേക്ക് എന്തിരിക്കുന്നു, എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ നെടുമങ്ങാട് സ്റ്റാൻഡ് കേന്ദ്രമാനിച്ച് വരുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ബാത്റൂമിൽ പെൺകുട്ടികൾ കയറിപ്പോയാൽ ഓരോറ്റ ഈ വേഷം മാറി അടുത്ത് വരുന്ന ബൈക്കിലേക്ക് കയറി പോകുന്നു. നിങ്ങൾ അറിയുന്നില്ല. ഈ കുട്ടി സ്കൂളിൽ ടീച്ചറെ അതേ നമ്പറിൽ വിളിച്ചിട്ട് പറയും, ഞാൻ ഈ ജന്മിയുടെ അമ്മയാണ്, എൻ്റെ മോൾക്ക് പനിയാണ്, അവളാണ് പറയുന്നത്. ഇവള് പോകുന്നു, 4:30 മണിക്ക് കൊണ്ടാക്കുന്നു. കുറേ ദിവസം പിണങ്ങുമ്പോൾ ഈ പെൺകുട്ടി അവനുമായിട്ട് പിണങ്ങുമ്പോൾ എന്നെ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചു. സ്നേഹബന്ധങ്ങൾ വലുതാണ്, അത് നമ്മൾ ഐക്യമായിട്ട് പോവാം. ഇനി വേർപിരിഞ്ഞു പോകാൻ അകലെ ഇരു കണ്ണിൻ ഉറവകൾ പോലവേ മധുഗാനങ്ങൾ തീർന്നു വീണയിൽ മല കൂർത്തതെല്ലാം പാടി മാലയിൽ കൺകെട്ടും കാട്ടും പ്രേമനിലാവിൻ കാർമേഘമേറി മൂടുകയായി സഖി തീരുന്നു നാടകം അവിടുന്ന് കാണാ കോകിലം. മലർഗാനങ്ങൾ തീർന്നു വീണയിൽ. ഈ നാടകം തീരുമ്പോൾ ഈ പഠിത്തത്തിനും അന്നത്തെ പ്രേമം തീരണം. ആ സ്നേഹബന്ധം നമ്മുടെ വിദ്യാലയത്തിലുള്ള സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമായുള്ള സ്നേഹബന്ധം ഐക്യമുള്ള ബന്ധമാണ്. അത് പിന്നെ അത് ലൈംഗിക ചെവിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? ഈ പാവപ്പെട്ട അമ്മ രാവിലെ ഉറക്കം മേടിച്ച് വേവിച്ച് കുറച്ചു കൊടുക്കുന്ന മക്കൾക്ക് ഇതെല്ലാം അറിയാമോ? 10 മാസം ചുവന്നു വെച്ച അമ്മ, ഇതെല്ലാം നമ്മളെ മനസ്സിൽ ചുവന്നുകൊണ്ട് ഈ ഏകദേശമായിട്ട് ആയുഷ്കാലം വരെ ഭാഗത്തിൽ ചുവന്നുകൊണ്ട് കിടക്കുന്ന അപ്പൻ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നെടുമങ്ങാട് വെച്ച് സ്റ്റാൻഡിൽ 2 സ്കൂളിലെ വിഭാഗം ആൺകുട്ടികൾ തമ്മിൽ അടി കൂടിയപ്പോൾ ഈ 2 പിള്ളേരെ സ്കൂളിലേക്ക് നമ്മുടെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ 2-3 മക്കളെ അമ്മ പൊട്ടിക്കരയുന്നു. അപ്പോഴേ അപ്പം വന്ന് പറയും, നീ എന്തിനു കിടന്നറിയണേ, അവർ കുറ്റം ചെയ്തോണ്ടല്ലേ നിന്റെ എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയിട്ട് പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തെ ടാക്കിരിക്കണം. അപ്പൻ ചെന്ന് പൊട്ടിക്കരയണ രംഗം മക്കളെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. അപ്പ അവിടെ ചെന്ന് പൊട്ടിക്കരയണത് അമ്മയെ ആസ്വദിച്ചിട്ട് പോയ അപ്പനാണ്. അതാണ് അപ്പന്റെ മനസ്സ്. നമുക്ക് 100 വട്ടം നിങ്ങൾ ചിന്തിക്കണം, ഈ അപ്പനും അമ്മയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മക്കളുമാരാണ് ഞാൻ ഇത് കേൾക്കാൻ പറയുന്നത്. നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഒരു കാര്യം പറഞ്ഞ് നമ്മൾ ഈ പ്രധാനമായിട്ട് ഈ ഇരിക്കുന്ന അമ്മമാരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ആങ്ങാട് ജംഗ്ഷനിലെ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോൾ സമയത്ത് എന്താണ് സംഭവം നടക്കുന്നറിയാമോ? രാവിലെ ബസ്സിൽ നിന്ന് വന്നിറങ്ങും. എന്നാൽ നമ്മളെ വിദ്യാലയമായ ഈ സ്കൂളിലേക്ക് തിരിഞ്ഞ് കയറി വന്നിരുന്ന പോലെ അവിടെ കടവരാന്ത ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് ദാദാ ആന മുട്ടാര ചീത്തന്ന് പറയുന്നത് കള്ളം പറയാൻ ചോദിക്കണം. അമ്മാവ മുറുകക്കടയിരുന്ന അമ്മാവ ഇരുന്ന് ഉറങ്ങിയ സമയത്ത് ഈ ചീത്ത വിളി കേട്ടാണ് അങ്ങനെ ഉണർന്നത്. അങ്ങനെ പറഞ്ഞ് ഒരു നിർത്തിയില്ല. ഞാൻ വന്നാൽ സത്യമായിട്ട് ഞാൻ തെറ്റ് കണ്ടായിരുന്നു. അത് ഞാൻ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ ഈ കിഷോർ ഞാൻ ഇതേപോലെ ഒരു സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് ഒരു പേര് ദോഷം ആ സ്കൂളിലേക്ക് ഞാൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ നെടുമങ്ങാട് കോളേജിൽ പോയപ്പോൾ കിഷോർ ഞങ്ങളെല്ലാം നെടുമങ്ങാട് കോളേജിൽ പഠിച്ചു. പിന്നെ കോളേജൊക്കെ മാറി. അവൻ ഞാൻ യുവാനിസിൽ പോയി, അവൻ വേറെ എവിടെ പോയി. പിന്നെ ബന്ധങ്ങളങ്ങ് മാറി. അവൻ കലാകാരനായി. ഞാൻ ആദ്യം ഫോറസ്റ്റിൽ പോയി, പിന്നെ പോലീസിൽ വന്നതാണ്. അവൻ ഈ സ്കൂളിൽ പോയി. ഞങ്ങളെ ഈ ഉടമലക്ക സ്കൂളിലുള്ള ആ കാലഘട്ടത്തിലുള്ള ഞങ്ങൾ ഐക്യത്തോടെ പഠിച്ച് എല്ലാവർക്കും ജോലി. പിന്നെ 10ാം ക്ലാസ് പാസ്സാവാ